ഹലോ ട്രേഡേഴ്സ്, ടുഡേ ട്രേഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി എന്ന് നല്ലൊരു കൺസോളേഷനാണ് ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആണ്. നിഫ്റ്റി കറക്റ്റായിട്ടൊരു സപ്പോർട്ടിൻ്റെ താഴെ തന്നെയാണ് ഓപ്പൺ ആയത്. അതിനുശേഷം കറക്റ്റായിട്ട് സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് കയറി പിന്നെ ഒരു കൺസോളേഷനാണ്. അടുത്തൊരു റെസിസ്റ്റൻസിക്ക് കയറാൻ നിഫ്റ്റിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അത്രയും സ്ട്രോങ് ഒരു ഏരിയ ആണ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. നാളെ ചിലപ്പോൾ നല്ല മൂവ്മെൻറ്റുകൾ ഉണ്ടാവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോൾ ഡേ ഫുൾ കൺസോളേഷനാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നിന്ന് ഇട്ടിട്ട് തുടങ്ങി, ഇവിടെ നിന്ന് ഇട്ടിട്ട് ഇവിടെ വരെ കൺസോളേഷൻ തന്നെയാണ്. ആ ബേസിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിക്ക് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടായിരുന്നില്ല. ഇനി നാളെ നോക്കിയാൽ മതി. പക്ഷേ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് ട്രേഡ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് 20 പോയിൻറ്റ് 25 പോയിൻറ്റ് കിട്ടാൻ പറ്റുന്ന കുറച്ച് ട്രേഡുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ട്രേഡാണ് കിട്ടിയത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കൊക്കെ ട്രേഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഇത്രയും നല്ല കൺസോളേഷനായിട്ടും നമുക്ക് ഒരു 20 പോയിൻറ്റ് കിട്ടണം. നിഫ്റ്റിയിലത്തെ കാര്യമാണ്. നിഫ്റ്റിയിൽ 20 പോയിൻറ്റ് ഇടണം, സെൻസെക്സിൽ 50 പോയിൻറ്റ് ഇടണം. അങ്ങനത്തെ ഓരോ ട്രേഡുകളൊക്കെ വന്നിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കണ പൊസിഷൻ അത്രയും കറക്റ്റ് ആയിരിക്കണം. എന്നാലാണ് അവിടെ നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടുള്ളൂ. കറക്റ്റ് 1 എണ്ണി തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ എടുക്കണ പൊസിഷൻ കറക്റ്റ് ആണെങ്കിലാണ് 1-20 വരെ എത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കണം. നിങ്ങൾ എന്തെങ്കിലും ബ്രേക്ക് ഔട്ടൊക്കെ പ്രതീക്ഷിച്ചാണ് ഇരിക്കണത്. അങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. സീരിയസ്ലി പറയാം. നമുക്കൊരു ഫസ്റ്റ് ട്രേഡ് ഉണ്ടായിരുന്നത് 84,200 സി ആണ്. 84,200 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 75 പോയിൻ്റാണ് വന്നത്. നിങ്ങളത് എടുക്കണമെങ്കിൽ 317 എടുക്കണം. 300-ലാണ് ഞാൻ ലിമിറ്റ് വെച്ചാണത്. ഇനി 317 ഇത്തിരി റിസ്ക് ആണെന്ന് വിചാരിക്കുന്നവർക്ക് വേണമെങ്കിൽ ഒരു റീഎൻട്രോഡ് വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെയാണ് ഒരു ക്യാനിൽ വന്നതാണത്. റീഎൻട്രി ആണത്. അവിടെ നിന്ന് എടുത്താലും മതി. 10-24 ക്യാനിൽ എടുത്താലും മതി. ഫസ്റ്റിൽ കയറിയിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പിന്നെയും പറയേണ്ട കാര്യമില്ല. എടുക്കാത്ത ആൾക്കാർക്ക് ഇവിടെയാണ് എൻട്രി ആക്ടിവേഷൻ നടന്നേക്കണത്. പിന്നെ അതേ സെറ്റപ്പ് തന്നെ ഇവിടെ നോക്കാം കേട്ടോ. ക്യാൻഡിൽ അടിയിലേക്ക് ഇറങ്ങി തിരിച്ച് കയറുന്നത് പിന്നെ എൻട്രി തന്നെയാണ്. മറ്റേ സ്ട്രൈക്കിൽ തന്നെ നമുക്ക് കുറേ വട്ടം ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്ക് കുറേ വട്ടം പ്രോഫിറ്റ് 1:1 ആണ് പറയണത് കേട്ടോ. അതായത് 40 പോയിൻ്റ് ആണെങ്കിൽ 1:1 വരണേ. 200 പോയിൻ്റാണ് ടാർഗറ്റ്. പിന്നെ നമുക്കുണ്ടായിരുന്നത് 84,200 പിയിലാണ്. 200 പിയിൽ നമുക്ക് 2 ട്രേഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു 97 പോയിൻറ്റിൻ്റെ ഒരു ട്രേഡ്, പിന്നെ ഒരു 80 പോയിൻറ്റിൻ്റെ 80 പോയിൻ്റ് അല്ലേ, ഒരു 60 പോയിൻറ്റിൻ്റെ ട്രേഡ്. പിന്നെയും ഇവിടെ റീ എൻട്രി വന്നിട്ടുണ്ട്. അതും ഒരു 60 പോയിൻ്റൊക്കെ തന്നെയാണ്. പിന്നെ എൻട്രി ആയിട്ടില്ല. ഞാൻ 3 ട്രേഡ് വന്നിട്ടുണ്ട്. പിന്നെ 25,800 പി ആണ്. 25,800 പി രാവിലെ ഞാൻ 8 മണിക്ക് കൊടുത്ത ലെവൽസാണ്. ഈ സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടുണ്ടായിരുന്നത്. ഈ 2 ലെവൽസ് സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ 2 ലെവൽസും ആക്റ്റീവ് ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ആക്റ്റീവ് ആയത് 134 എന്ന് പറഞ്ഞ പ്രൈസാണ്. അതൊരു 24 പോയിൻ്റ് വന്നിട്ടുണ്ട്. രണ്ടാമത് വട്ടം ആക്റ്റീവ് ആണത് 113 എന്ന് പറഞ്ഞ പ്രൈസാണ്. അതും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിലൊരു 10 പോയിൻ്റാണ് വന്നതാണത്. പക്ഷേ അത് രണ്ട് ടൈമിലാണ്. ഒന്ന് ഫസ്റ്റ് ആക്റ്റീവ് ആവുന്നത് ക്യാൻഡിൽസ് ഇത്തിരി കയറിയിട്ടാണ്. രണ്ടാമത് ആക്റ്റീവ് ആണ് തിരിച്ചിറങ്ങി കയറുന്ന സമയത്താണ് രണ്ടാമത്തെ എൻട്രി വന്നത്. ഇന്ന് മെയിൻ എൻട്രീസ് ഉണ്ടായിരുന്നത് 25,800 സി ആണ്. 25,800 നമുക്ക് കാണാൻ പറ്റും. 2 വട്ടം സെയിം എൻട്രി ആക്റ്റീവേറ്റ് ആയിട്ടുണ്ട്. 2 27 പോയിൻറ്റ് 25 പോയിൻ്റൊക്കെയാണ്. മൂന്നാമത്തെ വട്ടം ആക്റ്റീവേറ്റ് ആയിട്ടുണ്ട്. അതൊരു 13 പോയിൻ്റാണ്. 84,100 പി ആണ്. ഇതൊക്കെ 1:1 ആണ് കേട്ടോ. 40 പോയിൻ്റ് ഉള്ളൂ. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഈ സ്ട്രൈക്കിൽ എൻട്രി എടുക്കുന്നത്. അപ്പോൾ ഒരു ട്രേഡ് ഉള്ളത്. ഇനി 25,750 പി, അതൊരു 10 പോയിൻ്റ് തന്നെ വന്നിട്ടുള്ളൂ. വളരെ ചെറിയ പോയിൻ്റൊക്കെയാണ്. പക്ഷേ അതൊക്കെയാണ് ഇന്ന് നടക്കുകയുള്ളൂ. നമ്മൾ കണ്ടുമല്ലോ നിഫ്റ്റിയുടെ കൺസോളേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കൺസോളേഷൻ വന്നതാണത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എൻട്രി പ്രൈസ് ഫൈൻഡ് ചെയ്തിട്ട് അതിലൊരു പ്രോഫിറ്റ് വരണമെങ്കിൽ ടൈം എടുക്കുന്നു. ലെവൽസ് ഇതൊക്കെയാണെന്നറിയാം. ഇതിപ്പോൾ ഒരു ചാൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻഡിൽസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്പർ കാണാണ്ടല്ലോ. അടിയിലേക്ക് ഇറങ്ങി കുറച്ച് നേരം നിന്ന് നമുക്ക് ഇവിടെ എത്തുന്ന നേരത്ത് അടിയിലേക്ക് വേണമെങ്കിൽ ഒരു എൻട്രി പ്രിഫർ ചെയ്യാൻ പറ്റും. അത് SL അടിക്കും. മനസ്സിലായില്ലേ? മോളിക്കല്ലേ കയറി പോകണത്. അത് SL അടിക്കും. അതിനുശേഷം മോളിക്ക് പോകുന്നുണ്ട് കൺസോളേഷൻ ചെയ്ത് പിന്നെ ലിമിറ്റിക്ക് വന്നു. ഇവിടെ എൻട്രി എടുക്കാം. ഇത് നമുക്ക് കുറേ നേരം ഹോൾഡ് ചെയ്യാം. ഇവിടെ SL എന്ന് പറഞ്ഞ സാധനം ഇല്ലേ. ഇന്ന് ഫുള്ള് നമ്മൾ ഹോൾഡിങ്ങിലായിരിക്കും. ഇതാണ് ഇതിൽ ഹൈ എൻ്റെ പ്രോഫിറ്റ് വരുന്നത്. 25,711 25,798. ഒരു 80 പോയിൻ്റ് മൂവ്മെൻറ്റ്. സ്ട്രൈക്കിലല്ല, സ്പോട്ടിൽ. സ്ട്രൈക്കിലാകുമ്പോൾ ഒരു 30 പോയിൻ്റൊക്കെ അവിടെ കിട്ടും. അതായത് നിങ്ങൾ ഇവിടേക്ക് ഒരു 10 പോയിൻ്റ് SL കൊടുത്തെങ്കിൽ ഇവിടെ 30 പോയിൻ്റ് ഇന്ന് ഫുൾ ഡേ കഴിയുമ്പോൾ നമുക്ക് കയ്യിലുണ്ടാവും. എല്ലാ മെൽറ്റിങ് കഴിഞ്ഞിട്ട്. അങ്ങനത്തെ 2 ട്രേഡാണ് സ്പോട്ട് പ്രകാരം വന്നത്. പിന്നെ പറഞ്ഞ ട്രേഡ് ഇനി അത്ര ബ്രേക്കിംഗ് ഒക്കെ നടക്കണം, കൺസോളേഷൻ ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പ്രാക്ടിക്കൽ വശമാണ് പറഞ്ഞുകൊണ്ടിരിക്കണത്.
ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് കാണുന്ന നേരത്തെ പല പല എൻട്രികളും അവിടെ ഇവിടെ ഒക്കെ ആക്റ്റീവായി നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെയൊക്കെയാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് ചെയ്യുക. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന യൂട്യൂബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമുക്കൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ഓക്കെ ബൈ.